أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. Welcome to the Khatam al-Quran Majlis of MS Voice. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والسماء والطارق وما أدراك ما الطارق النجم الثاقب إن كل نفس لما عليها حافظ فلينظر الإنسان مما خلق من ماء دافق يخرج من بين الصلب والترائب إنه على رجعه لقادر صدق الله العظيم. السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله الفائزين برضا الله عما بعد. MS വോയിസിൻ്റെ ഖുർആൻ പഠന ക്ലാസിൻ്റെ 48ാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും സ്വാഗതം. പ്രിയമുള്ള വിദ്യാർത്ഥികളെ, രക്ഷിതാക്കളെ, എന്തൊക്കെ വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അള്ളാഹു ഇഹത്തിലും പരത്തിലും നമുക്കൊക്കെ സുഖവും സന്തോഷമൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. പരിശുദ്ധമായ ഖുർആൻ ശരീഫ് തെറ്റുകൂടാതെ ഓതാനും പല ആവൃത്തി ഖത്മ് തീർക്കാനൊക്കെ അള്ളാഹ് നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഖുർആന്റെ അഹ്ലുകാരിൽ അള്ളാഹ് നമ്മെ ഉൾപ്പെടുത്തട്ടെ. മരിക്കുന്നത് വരെ പരിശുദ്ധമായ ഖുർആനനുസരിച്ച് ജീവിക്കാനും ഖുർആനെ നെഞ്ചോട് ചേർത്ത് പിടിക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. 47ാമത്തെ ക്ലാസ് കഴിഞ്ഞ് ഒരു ദീർഘ ഇടവേള വന്നു. ഒരു 3-4 ദിവസം ചില തിരക്കുകളും മറ്റും കാരണം ക്ലാസ് കണ്ടിന്യൂ ചെയ്യാൻ കഴിഞ്ഞില്ല. ഇൻഷാ അല്ലാഹ് ഇനി അങ്ങോട്ട് എന്താണെന്നൊന്നും പറയാൻ കഴിയില്ല. പരമാവധി ഈ ക്ലാസ് സൂറത്തു നാസ് വരെ ബോർഡിൽ എഴുതി നാസ് അടക്കമുള്ള സൂറത്ത് അഥവാ അമ്മ ജുസ് മുഴുവനും എഴുതി പഠിപ്പിക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇതിനു മുമ്പ് ഒരു ക്ലാസ് തുടങ്ങിയിരുന്നു കൊറോണ കാലഘട്ടത്തിൽ. അത് സൂറത്തുൽ ബലദോ ശംസോ വരെ അങ്ങാണ്ട് എത്തിയുള്ളൂ. പിന്നെ അങ്ങോട്ട് പല കാരണങ്ങൾ കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഇത് പൂർത്തിയാക്കുന്ന ആഗ്രഹമുണ്ട്. നിങ്ങളുടെ ദ്വാരം കൂടി ഉണ്ടെങ്കിൽ നടക്കും ഇൻഷാ അല്ലാഹ്. പിന്നെ ഇനിയിപ്പോൾ ശഅബാന്, അത് കഴിഞ്ഞാൽ റമദാന്, അത് കഴിഞ്ഞാൽ മകളുടെ കല്യാണം. അപ്പം ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ ആയിട്ട് ഇങ്ങനെയുള്ള ഓട്ടത്തിലാണ്, അതിൻ്റെ ഇടയിലാണ് ഈ ക്ലാസ്സിന് സമയം കണ്ടെത്തുന്നത്. ഈ ക്ലാസ് ഇങ്ങനെ നിങ്ങളുടെ കയ്യിലേക്ക് എത്തണമെങ്കിൽ ചുരുങ്ങിയത് ഒരു 3 മണിക്കൂർ നേരത്തെ സമയം നമുക്കിതിനു വേണ്ടി മാറ്റിവെക്കണം. അതിന് നമുക്ക് സമയ സൗകര്യം കിട്ടാത്തത് കൊണ്ടാണ് ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യാൻ പറ്റാത്തത്. എന്തായിരുന്നാലും നിങ്ങളൊക്കെ ദുആ ഉണ്ടെങ്കിൽ കാര്യങ്ങളൊക്കെ റാഹത്താകും. അള്ളാഹു ഖുർആൻ പഠിക്കാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. കൂടുതൽ വായനൊന്നും പറഞ്ഞ് എന്താക്കണില്ല, ബുദ്ധിമുട്ടിക്കുന്നില്ല. റജബ് 27 8-ാം തീയതിയാണ് വരുന്നത്. ഫെബ്രുവരി 8. ഇന്ന് തിങ്കളില്ലേ? ഇന്ന് 29 ജനുവരി. അപ്പോൾ ഫെബ്രുവരി 8-ാം തീയതി ഈ ക്ലാസ് എടുക്കുന്ന ദിവസത്തെ ഡേറ്റാ പറയുന്നത്. ഫെബ്രുവരി 8-ാം തീയതിയാണ് റജബ് 27. റജബ് 27 സുന്നത്ത് നോമ്പുണ്ട്. ചില ആളുകൾ അങ്ങനെ ഒരു നോമ്പില്ല എന്ന് പറയുന്നവർ പറഞ്ഞോട്ടെ. റജബ് മുഴുവനും നോമ്പെടുക്കൽ സുന്നത്തുണ്ട്. പ്രത്യേകിച്ച്
മാസം 27, 28, 29 നോമ്പ് സുന്നത്തുണ്ട്. അയ്യാമു സൂദിന്റെ കറുത്ത വാവിന്റെ നോമ്പ്, എല്ലാ മാസത്തിലും അയ്യാമുൽ ബീളിന്റെ നോമ്പ് 13, 14, 15 ദിവസങ്ങൾ. അയ്യാമു സൂദിന്റെ നോമ്പ് 27, 28, 29 ദിവസങ്ങൾ നോമ്പ് നോക്കുന്ന സുന്നത്താണ്. അപ്പൊ അതിൽ പെടുന്ന ഒരു നോമ്പും കൂടിയാണ്. പിന്നെ അന്ന് വ്യാഴാഴ്ച ദിവസം കൂടിയാണ്. അപ്പൊ എങ്ങനെയൊക്കെ നിയ്യത്ത് വെക്കാം? വ്യാഴാഴ്ചയുടെ സുന്നത്ത് നോമ്പിനെയും റജബിലെ സുന്നത്ത് നോമ്പിനെയും മേറാജിന്റെ സുന്നത്ത് നോമ്പിനെയും അതുപോലെ തന്നെ പിന്നെ എന്തുണ്ട് അതില് കറുത്ത വാവിന്റെ സുന്നത്ത് നോമ്പിനെയും റമദാനിൽ നിന്ന് ഖളായി പോയ നോമ്പിനെയൊക്കെ അല്ലാഹു തആലക്ക് വേണ്ടി നോറ്റുവിട്ടുവാൻ കരുതി എന്ന നിയ്യത്തോടു കൂടി ഇൻഷാ അല്ലാഹ് നോമ്പെടുക്കാൻ വേണ്ടി ശ്രമിക്കണം. ഒരു നോമ്പിന്, ആ 27ന്റെ നോമ്പിന് 60 മാസം നോമ്പ് നോറ്റ കൂലിയാണ്. 60 മാസം എന്ന് പറയുമ്പോൾ 5 കൊല്ലം നോമ്പ് നോറ്റ കൂലി. അപ്പൊ നമ്മളെപ്പോലത്തെ പാപികളായ ആളുകളെ, പഹയന്മാരെയും പഹച്ചുകളെയും എങ്ങനെയെങ്കിലുമൊക്കെ രക്ഷപ്പെടുത്താനാണ് അള്ളാഹു പരിശുദ്ധമായ ഓരോ മാസങ്ങൾ തരുന്നത്. അതിൽ പ്രത്യേക അമലുകളൊക്കെ സുന്നത്താക്കുന്നൊക്കെ. അപ്പൊ അതൊക്കെ എടുത്ത് വീട്ടാനും നോമ്പ് ഖളാഉള്ളവർക്ക് ഖളാ വീട്ടാനൊക്കെ ശ്രമിക്കണം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. പുണ്യ റജബിനെ ബഹുമാനിച്ചവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. കൂടുതൽ വയല് പറഞ്ഞ് എന്ത് ചെയ്യുന്നില്ല, ക്ലാസ് ഇങ്ങനെ സമയം കളയുന്നില്ല. ഇൻഷാ അല്ലാഹ് നമുക്ക് ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. ഒരു പുതിയ പേനൊക്കെ വാങ്ങിയിട്ട് കേട്ടോ, റെഡ് പേന. ഇത് എഴുതോന്നറിയില്ല, നോക്കിയിട്ടില്ല. അപ്പൊ നമ്മൾ പഠിച്ചിരുന്നത് സൂറത്തു ത്വാരിഖ്, ത്വാരിഖിലെ 1 മുതൽ 7 കൂടിയ ആയത്തുകളാണ് നമ്മൾ പഠിച്ചത്. 8 കൂടിയ ആയത്തുകളാണ് നമ്മൾ പഠിച്ചിരുന്നത്. 9ാമത്തെ ആയത്ത് മുതൽ ആ സൂറത്ത് അവസാനിക്കുന്നവരെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ ഇൻഷാ അല്ലാഹ് നമുക്ക് ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇവിടെ ഒരു വെളിച്ചം പോലെയല്ലേ, ആ വെളിച്ചത്തിൻ്റെ ഉള്ളിൽ എഴുത്ത് വരാതിരിക്കാനാട്ടോ അപ്പൊ ഈ എഴുത്ത്. ഓക്കെ, ഇത്ര വേണ്ട. ഓക്കെ, 48ാമത്തെ ക്ലാസ് അത്. ഞാനിങ്ങനെ എഴുതി വെക്കും. അവിടെ അപ്പുറത്ത് ഒരു ബൾബ് കത്തുണ്ട്, അതിന്റെ വെളിച്ചെണ്ണ ഇവിടെ കാണുന്നത്. അപ്പൊ ഇതിൽ എഴുത്ത് വന്നാൽ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. ഇവിടെ റൗണ്ട് വരച്ചിട്ട് ഇവിടെ അന്നത്തെ ക്ലാസ് ഇടും, എഴുതി വെക്കും ഞാൻ. അപ്പൊ ഇൻഷാ അല്ലാഹ് നമുക്ക് ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഞാൻ എഴുതുന്നത് നോക്കൂട്ടോ, വായിച്ചോളി. യൗമ തുബ്ല, ഇതില്ലെങ്കിലും തുബ്ലാന്ന് വായിക്കാട്ടാ. യൗമ തുബ്ല. ഇവിടെ ഒരു അലിഫ്, ഒരു ലാമ്, ഒരു സീന്, ഒരു റാ, ഷദ്. റായിന് നീട്ടാൻ അലിഫ്. പിന്നെ പാത്രത്തിന്റെ അടിയിൽ ഒരു ഹംസ്, ലൊമ്മട്ടാ. ആയത്ത് അവസാനിച്ചു. അപ്പൊ എങ്ങനെ ഓതുക? യൗമ തുബ്ല എന്നിനി ഓതൂല. ഇവിടെ നീട്ടാനുള്ളതിന് ശേഷം ഷദ് വരുമ്പോ നീട്ടാൻ പാടില്ല എന്നല്ലേ. യൗമ തുബ്ല സറായിൻ. സറാ സറാ എന്ന് പറയരുത്, സറാ സറാ. യൗമ തുബ്ല സറായിൻ. ഇവിടെ കിസറിന് ശേഷം റായിന് സുക്കൂൻ വന്നാൽ റായിന് തർക്കീക്കാക്കി പറയുന്നതാണ്. ഇവിടെ റായിന് ലൊമ്മാണ്, പക്ഷെ ആയത്ത് അവസാനിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാ, സുക്കൂൻ ചെയ്യാണ്. അപ്പൊ സുക്കൂൻ പുതുതായി വരികയാണ് അവിടെ, അല്ലേ? അപ്പൊ അതിന് നമ്മൾ ഇവിടെ എന്ത് ചെയ്യണം, തർക്കീക്കാക്കി ഉച്ചരിക്കണം. യൗമ തുബ്ല സറായിൻ. ഓക്കെ, അടുത്തത് എന്താ വയ്ക്കാ? ഫമാ ഫമാ. വായിച്ചോളിട്ടാ. എന്താ വായിച്ചു?
വായിക്കേ. ഫമാ ലഹു മിൻ ഖുവ്വത്തിൻ. നോക്കൂ ഇപ്പൊ എന്തായി? ആയത്ത് അവസാനിച്ചു. വായിച്ചോളി. ഫമാ ലഹു. ഇവിടെ ഹാവുലമീർ ഉണ്ട്. ഹാവുലമീറിന്റെ മുമ്പ് ഫത്താണ്, കസ്റും ശേഷം ഫത്താണ്. അപ്പൊ ലൊമ്മിനെ നീട്ടാൻ ഒരു ചെറിയ വാവ് കൊടുത്ത് ഇവിടെ ഇങ്ങനെ ഇട്ടിട്ടുണ്ടാവും അവിടെ. ഫമാ ലഹു മിൻ സാക്കിന നൂനിന് ശേഷം ഖാഫ് വന്നു. അപ്പൊ ഇവിടെ എന്താ നിയമം? ഇഖ്ഫ ആണ് നിയമം ട്ടാ. മിൻ ഖുവ്വത്തിൻ വ. കസ്ർ തൻവീനിന് ശേഷം വാവ് വന്നു. അപ്പൊ ഇവിടെ ശ്രദ്ധ ചെയ്ത് മണിച്ചുച്ചരിക്കണം. ഖുവ്വത്തിൻ വല ഖുവ്വത്തിൻ വല നാസിർ. നാസിർ അവിടെ നാസിർ റോയിന് സുക്കൂൻ ചെയ്ത് തഫ്ഹീം ചെയ്ത് ഉച്ചരിക്കരുത്, തർക്കീഖ് ചെയ്ത് ഉച്ചരിക്കണം. ഇതുപോലെ സറായിർ വല നാസിർ അങ്ങനെ കേട്ടോ. അടുത്ത ആയത്ത് നോക്കിക്കോളി, വായിച്ചോളിട്ടാ. കാണുന്നുണ്ടോ? എന്താ വായിക്ക? എന്താ വായിക്ക? എന്താ വായിക്ക? കാണില്ല അല്ലേ? പേന വാങ്ങി വെറുതെ ആയോ? എഴുതിയില്ല, വില വേണ്ട. അതുകൊണ്ടാ. വായിച്ച മക്കളൊന്ന്. വസ്സമായി. ഇവിടെ മദ്ദശന് ഹംസ വന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ മദ് കൊടുക്കണം. വസ്സമായി. ഇവിടെ നോക്കിയേ. ഇത് മോനൊക്കെ ആകെ പരന്നിക്കണു. അത് കാരണം ഇത് രസമുണ്ട്. വസ്സമായി ദാതി. പിന്നെ ഒരു അലിഫ്, ഒരു ലാമ്, ഒരു റായിന് ഷദ്, ഒരു ജീമ്, ജീമ് കഴിഞ്ഞൊരു ഐന്. ജീമിനെന്താണ്? സുക്കൂന്, ഇവിടെ കസ്ർ. അപ്പൊ എങ്ങനെ ഓതാ? വസ്സമായി. ഓക്കെ. വസ്സമായി ദാതി റാക്ക് ഫത്ത് കേട്ടാ. റജഅ. വസ്സമായി ദാതി റജഅ. ആയത്ത് അവസാനിച്ചു ട്ടാ. കഴിച്ചില്ല ഏതായിരുന്നു. അടുത്തത് ഒരു അലിഫ്, ഒരു ലാം അലിഫ്. എന്താ വയ്ക്ക? വൽ ആ. വൽ ആ റായിന് സുക്കൂന്, ഒരു ലാദ്. വൽ അർളി. ഇത് വായിച്ച പോലെ തന്നെ. ഇനി ഒരു അലിഫ്, ഒരു ലാമ്, ഒരു സ്വാദ്, ഒരു ദാല്, ഒരു കസ്ർ. വായിച്ചോളി. വൽ അർളി ദാതി സ്വദഅ. ആയത്ത് അവസാനിച്ചു. വൽ അർളി ദാതി സ്വദഅ. സ്വദ് ദാലിന് സുക്കൂനാണ്. സ്വദഅ എന്ന് പറയുന്നത്. സ്വദഅ. ഇവിടെ റജഅ എന്നല്ല, റജഅ. റജഅ രണ്ട് സുക്കൂനാണ്. ജീമിനും സുക്കൂനാണ്, ഐനും സുക്കൂനാണ്. റജഅ കസ്റാണെങ്കിലും വഖഫിന് വേണ്ടിയിട്ട് നമ്മൾ നിർത്തുമ്പോൾ സുക്കൂൻ വരും. വസ്സമാഇ ദാതി റജഅ വൽ അർളി ദാതി സ്വദഅ. സ്വദഅ. അടുത്ത ആയത്
നോക്കിക്കോളി. എന്താ വായിക്ക? വായിച്ചോളി. വായിക്കാൻ കിട്ടുന്നില്ലേ? എന്താ വായിക്ക? ഇവിടെ ആദ്യത്തെ അവസാനിച്ചു. ഇന്നഹു ലഖൗലു ഫസ്ൽ. ഇന്നഹു ലഖൗലു ഫസ്ൽ. ഇവിടെ ഹാഉലമീറിന്റെ മുമ്പ് ഫത്താണ്, ശേഷം ഫത്താണ്. അപ്പോൾ ഹാഉലമീറിന് നീട്ടാൻ ഒരു വാവ് ഇട്ട് കൊടുക്കും. അപ്പൊ എന്തായി? ഇന്നഹു ലഖൗലുൻ. ഇവിടെ ലൊമ്മ തൻവീന് ശേഷം ഫാവ് വന്നു. അപ്പൊ ഇഖ്ഫാണ് നിയമം. ഇന്നഹു ലഖൗലു ഫസ്ൽ. ഫസ്ൽ എന്ന് പറയണ്ട, ഫസ്ൽ. ലാം സൈലന്റ് ആയിട്ട് ഉച്ചരിക്കണ്ട, അവസാനത്തെ അക്ഷരം ട്ടാ. അതുപോലെ തന്നെ ദാല് നല്ല മുഴക്കത്തിന് ഉച്ചരിത്തിന് ഐന് സൈലന്റ് ആയിട്ട് ഉച്ചരിക്കണം. ഫസ്ൽ. അടുത്ത ആയത്ത് നോക്കിക്കോളേട്ടാ. എന്താ വയ്ക്ക? ഇനിയൊരു ലാമ്, ഒരു ഹാ, ഒരു ലാമ്. ആയത്ത് അവസാനിച്ചു. വമാ ഹുവ ബിൽ ഹസ്ൽ. വമാ ഹുവ ബിൽ ഹസ്ൽ. വമാ ഹുവ ബിൽ ഹസ്ൽ. അടുത്തത് എന്താ? ഇന്നഹും എന്താ? മറ്റോളി. യകീദൂന. ഇന്നഹും യകീദൂന. അടുത്ത നോക്കി. കൈദ. ആയത്ത് അവസാനിച്ചു. ഇന്നഹും യകീദൂന കൈദ. അടുത്ത ആയത്ത് കേട്ടോ. ഇന്നഹും യകീദൂന കൈദ. എന്താ വയ്ക്ക? വൈകി. വഅകീദു. കൈദ. വഅകീദു കൈദ. ഇന്നഹും യകീദൂന കൈദ. വഅകീദു കൈദ. അടുത്ത ആയത്ത്. ഒന്ന് വായിച്ചോട്ടെ, അവിടെ അടിവാകണ്ട. നോക്കിക്കോളൂ, അടുത്ത ആയത്തിട്ടാ, ലാസ്റ്റ് ആയത്ത്. ഒരു ഹാ, ലാം.
എന്താ വൈകിയ? വായിക്കാൻ കിട്ടുന്നുണ്ടോ? വായിക്കി. ഫമഹീലിൽ കാഫിരീന ഹംസ് മീം ഹാ ലാം ഹാ മീം. ദൈക അംഹിൽഹും അംഹിൽഹും റാ വാവ് യാ ദാൽ റുവൈദാ ഫമക്കിനിൽ കാഫിരീന അംഹിൽഹും റുവൈദാ ഫമക്കിനിൽ കാഫിരീന അംഹിൽഹും റുവൈദാ. അപ്പൊ മക്കളെ ഒന്ന് വായിച്ചു നോക്കുകയാണെ, ഓതി നോക്കുക. യൗമ തുബ്ലസ്സറായിർ തർഖീഖ് ഫമാ ലഹു മിൻ ഖുവ്വതിൻ വലാ നാസിർ. ഇവിടെ ഹാവ് ദമീർ വന്നു, ഇവിടെ സാക്കിനായ നൂൻ വന്നു, ഇവിടെ ഇഖ്ഫാ ആണ്, ഇവിടെ ഇദാം ബിയുന്നയാണ്. വസ്സമാഇ ദാതിർ റജഅ والأرض ذات الصدع إنه لقول فصل. ഇവിടെ ഹാവുമീർ വന്നു അല്ലേ, നീട്ടി. ഇവിടെ ലൊമ്മദിന് ശുഫാവുന്ന ഇഖ്ഫാവ്. വമാ ഹുവ ബിൽ ഹസിൽ ഇന്നഹും യകീദൂന കൈദാ വഅകീദു കൈദാ فمكن الكافرين أمهلهم رويدا. صدق الله مولانا العظيم. إن شاء الله ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. നമ്മുടെ സൂറത്തു ത്വാരിഖ് എടുത്തു കഴിഞ്ഞു. ഇനി അടുത്ത സൂറത്താണ്. നന്നായി ഊതി പഠിക്കുക, തെറ്റുകൂടാതെ പലവട്ടം ആവർത്തിച്ച് ഹാഫിദ് ഉസ്താദിന്റെ ഓത്ത് ഇട്ടുതരുന്നുണ്ട്, അതുപോലെ ഓതാൻ വേണ്ടി ശ്രമിക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ, ആമീൻ. നിങ്ങൾ എഴുതിയ ഓതുന്ന ഭാഗങ്ങൾ വീട്ടിലുള്ളവരെ കേൾപ്പിച്ചു കൊടുക്കണം. എന്നിട്ട് ഓതുന്നത് ശരിയാണോ എന്ന് ഉറപ്പുവരുത്തണം. വീട്ടിൽ ആരും കേൾക്കാൻ പറ്റിയവരില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, എൻ്റെ നമ്പർ എടുത്ത് വാട്സപ്പിൽ ഓതി വിടുക. ഉസ്താദ് ഓതിയിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ, എഴുതിയതൊന്നും ഫോട്ടോ എടുത്ത് വിടുകയും ചെയ്യുക. എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുക. ഒരേ ക്ലാസ് ഓതി വിടാൻ പാടില്ല, എല്ലാം പാടും ഓതി വിടരുത് കേട്ടോ, അല്ലെങ്കിൽ തന്നെ നേരില്ല. അപ്പോൾ സൗകര്യം പോലെ ഞാൻ നോക്കും. നോക്കിയിട്ടില്ലെങ്കിൽ ഒരു ഹായ് അല്ലെങ്കിൽ ഒരു കൈ വെക്കുക, അതിനൊന്ന് ദേഷ്യപ്പെട്ടിട്ട് നോക്കിയിട്ടൊക്കെ എന്തെങ്കിലും ഒരു മെസ്സേജ് വിട്ടോളോ. അപ്പോൾ താഴത്തേക്ക് എടുക്കണ നിങ്ങളെ വാട്സപ്പിൽ മെസ്സേജ് മേലേക്ക് വന്ന് നോക്കും. അപ്പോൾ നമ്മൾ നോക്കും കേട്ടാ, ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമുക്ക് ഒരു 3 സ്വലാത്ത് ഇല്ല അല്ലേ, അതിനു മുമ്പ് ഹാഫിദ് ഉസ്താദിന്റെ ഓത്ത് കേൾക്കണം അല്ലേ. അപ്പം ഇൻഷാ അല്ലാഹ് എല്ലാവരും ഹാഫിദ് അഹമ്മദ് നസീം ബാക്കി ഉസ്താദിന്റെ ഓത്ത് കേട്ട് ശരിക്ക് ഖുർആൻ പഠിക്കുക. അപ്പം ഉസ്താദിന്റെ ഓത്ത് കേൾക്കല്ലേ, എല്ലാവരും കേട്ടോളൂ കേട്ടാ. Welcome to the Khatmul Quran Majlis of MS Voice. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يوم تبلى السرائر فما له من قوة ولا ناصر. والسماء ذات الرجع والأرض ذات الصدع إنه لقول فصل وما هو بالهزل إنهم يكيدون كيدا وأكيد كيدا فمهل الكافرين أمهلهم رويدا. يوم تبلى السرائر فما له من قوة
ولا ناصر والسماء ذات الرجع والأرض ذات الصدع إنه لقول فصل وما هو بالهزل إنهم يكيدون كيدا وأكيد كيدا فمهل الكافرين أمهلهم رويدا صدق الله العظيم. ഇൻഷാ അല്ലാഹ് എല്ലാവരും മൂന്ന് സ്വലാത്തില്ല. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് يا ربي صل عليه وسلم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا محمد റഹ്മാനായ റബ്ബേ അല്ലാഹു ഞങ്ങൾ ഓതിയ പരിശുദ്ധമായ ഖുർആൻ ശരീഫിനെ സ്വീകരിക്കണേ അല്ലാഹ്. ഖുർആൻ പഠിതാക്കളാണ് റബ്ബേ ഞങ്ങൾ. അല്ലാഹ് തെറ്റുകൂടാതെ പഠിക്കാനും ഖത്മ് ഓതാനും ഒക്കെ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. നിന്റെ പരിശുദ്ധമായ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവർക്ക് എന്തൊക്കെ ബഹുമതികൾ പ്രതിഫലങ്ങൾ നീ നൽകുന്നുവോ അതൊക്കെ ഞങ്ങളിൽ നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. റബ്ബേ പുണ്യമായ റജബിലെ ബർക്കത്ത് ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ റബ്ബേ. അല്ലാഹുവേ റഹ്മാനായ റബ്ബേ ഞങ്ങൾ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ട് അല്ലാഹ്. ധിക്കാരങ്ങളും ഹറാമുകളും ഒക്കെ സംഭവിച്ചു പോയിട്ടുണ്ട് അല്ലാഹ്. അതൊക്കെ നീ വിട്ടുപുറത്ത് മാപ്പാക്കി തരണേ റഹ്മാനേ. അല്ലാഹുവേ ഇനി അങ്ങോട്ട് റജബ് ഇതാ ഞങ്ങളോട് വിട പറയാൻ പോവുകയാണ്. മേറാജ് രാവും മേറാജ് ദിനവും ഒക്കെ ഞങ്ങളിലേക്ക് കടന്നു വരികയാണ്. പിന്നെ ശഅബാൻ റമദാനൊക്കെ കടന്നു വരുന്നു അല്ലാഹ്. നിന്റെ ത്വാഅത്തിലും പൊരുത്തത്തിലുമായി ജീവിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. നമസ്കാരം നിലനിർത്താൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഹറാമായ പ്രവർത്തനങ്ങളിൽ ആകുന്നത് ജീവിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ നിന്റെ മഹ്ദ് ഫദ്ലിലൂടെ ഞങ്ങളിൽ മരണപ്പെട്ടവർക്കൊക്കെ നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്. അവരുടെ ഖബറൊക്കെ സ്വർഗീയ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറക്കണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ ഞങ്ങൾക്ക് ഇതുവരെ ഞങ്ങളെ മദ്രസകളിലും കോളേജുകളിലൊക്കെ ഞങ്ങൾക്ക് ഇൽമു പഠിപ്പിച്ചു തന്ന ഉസ്താദുമാർ അവർക്കൊക്കെ നീ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാഹ്. അവരുടെ ഞങ്ങളെ രോഗങ്ങൾക്കൊക്കെ ശിഫ നൽകണേ അല്ലാഹ്. ഞങ്ങളിൽ മരണപ്പെട്ടു പോയ ഉസ്താദുമാരുണ്ട് റബ്ബേ അവരുടെ ഖബർ നീ വെളിച്ചമാക്കി കൊടുക്കണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ ഞങ്ങൾക്ക് മഈശത്തിന്റെ മേഖലയിൽ ബർക്കത്ത് നൽകണേ അല്ലാഹ്. ബർക്കത്തുള്ള സമ്പത്ത് നൽകണേ അല്ലാഹ്. ധാരാളം പാവപ്പെട്ടവനെ സഹായിക്കാൻ, സ്വതക്ക കൊടുക്കാൻ, സക്കാത്തൊക്കെ കൊടുക്കാൻ, ഹദിയകളൊക്കെ കൊടുക്കാൻ റബ്ബേ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. അതിന് മാത്രമുള്ള സാമ്പത്തിക അഭിവൃദ്ധി നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. ജോലിയില്ലാതെ വിഷമിക്കുന്നവരുടെ റാഹത്തായി ജോലി നൽകണേ അല്ലാഹ്. കടം കൊണ്ട് വിഷമിക്കുന്നവരുടെ കടങ്ങളൊക്കെ വീട്ടാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. പല സന്ദർഭങ്ങളിലായി പല ഉപ്പമാരും ഉമ്മമാരും ദുആ ചെയ്തിട്ടുണ്ട്. കടത്തിലാണ്, പ്രയാസത്തിലാണ്, ജോലിയില്ല, വിസയില്ല, വിഷമത്തിലാണ്. അല്ലാഹുവേ നീ സലാമത്തിന്റെ വഴികൾ തുറന്നു നൽകണേ അല്ലാഹ്. വീട് പണി തുടങ്ങി വെച്ചവരൊക്കെ ഉണ്ട്, പൂർത്തിയാക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. മക്കളുടെ വിവാഹം നടക്കാതെ സങ്കടപ്പെട്ടിരിക്കുന്നവരുടെ ഹൈറായണകൾ എത്തിച്ചു കൊടുക്കണേ റഹ്മാനെ. വിവാഹമൊക്കെ ഉറപ്പിച്ചിട്ട മക്കളുടെ വിവാഹമൊക്കെ ഉറപ്പിച്ചിട്ടവരുണ്ട്, രക്ഷിതാക്കൾ പ്രയാസത്തിലാണ്, വിഷമത്തിലാണ്. ഈ ചെലവേറിയ കാലഘട്ടത്തിൽ തൻ്റെ മക്കളെ എങ്ങനെയാണ് വിവാഹം ചെയ്തയക്കുക എന്ന് വിഷമിച്ച് പ്രയാസപ്പെട്ടിരിക്കുന്നവരുണ്ട്. പലവരും വിളിച്ച് ദുആ വസിയത്ത് ചെയ്തവരുണ്ട്. റബ്ബേ എല്ലാവരുടെയും അവസ്ഥ തന്നെയാണല്ലോ. മാന്യമായ രീതിയിൽ ഞങ്ങളെ മക്കളെ കെട്ടിച്ചേക്കാൻ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. അതിനുള്ള ഇസ്സത്ത് നൽകണേ അല്ലാഹ്. സാമ്പത്തിക അഭിവൃദ്ധി നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. ഞങ്ങളുടെയും ഞങ്ങളെ മക്കളുടെയും ഒക്കെ കുടുംബജീവിതം സന്തോഷത്തിലും റാഹത്തിലും ആക്കണേ അല്ലാഹ്. കുടുംബജീവിതം പ്രയാസത്തിലും വിഷമത്തിലായവരൊക്കെയുണ്ട്, സങ്കടങ്ങൾ പറയുന്നവരുണ്ട് അല്ലാഹ്. സങ്കടങ്ങളൊക്കെ എല്ലാം നീക്കുന്നവ നീയാണല്ലോ റബ്ബേ. ഞങ്ങളെ പ്രയാസങ്ങൾ, വിഷമങ്ങൾ, ബുദ്ധിമുട്ടുകൾ, മശക്കത്തുകളൊക്കെ നീക്കി ഖൈറിലാക്കണേ റഹ്മാനെ. മക്കത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർ, ഉംറ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ട് റബ്ബേ. മർലിയായി സിയാറത്ത് ആഗ്രഹിക്കുന്നവർ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. മക്കൾക്ക് പരീക്ഷയൊക്കെയാണ് വരുന്നത് റബ്ബേ. ഉന്നത വിജയം നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. മദ്രസയിൽ വാർഷിക പരീക്ഷ, പൊതുപരീക്ഷ വരികയാണ്. സ്കൂളിലും വാർഷിക പരീക്ഷ, SSLC എക്സാം, +1 +2 പോലത്തെ എക്സാമുകളൊക്കെ, പൊതുപരീക്ഷകളൊക്കെ വരികയാണ്. അല്ലാഹുവേ ഉന്നത വിജയം നൽകണേ അല്ലാഹ്. മക്കളെ നീ നന്നാക്കണേ അല്ലാഹ്. മക്കളെ കൊണ്ട് അഭിമാനിക്കുന്ന രക്ഷിതാക്കളാക്കണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ നിന്റെ മഹ്ദ് ഫദ്ലിലൂടെ പരിശുദ്ധമായ ഖുർആന്റെ അഹ്ലുകാരിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ഈ ഖതമ തീർക്കാൻ, ഈ പരിശുദ്ധമായ ഖുർആൻ ഇങ്ങനെ ഓതി ഒരു ജുസ് വരെ ഓതി പഠിച്ചതിന് ശേഷം ദിവസവും കുറേശ്ശെ ഓതി ഒരു ഖതമ തീർക്കാനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്.
റബ്ബേ, രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവര്, ആഫത്ത് മുസീബത്തുകളിൽ അകപ്പെട്ടവരെല്ലാവർക്കും നീ സലാമത്ത് നൽകണേ അല്ലാ. ആഫത്ത് മുസീബത്ത്, പെട്ടെന്നുള്ള മരണങ്ങൾ, ക്യാൻസർ പോലത്തെ രോഗങ്ങൾ, ചെറുതും വലുതുമായ എല്ലാവിധ പ്രയാസങ്ങളും ഞങ്ങൾ അഖിലുകാരെയും കാക്കണേ അല്ലാ. പല സന്ദർഭങ്ങളിലായി ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട ഉപ്പമാർ, ഉമ്മമാർ, സഹോദരി സഹോദരന്മാർ, വിദ്യാർത്ഥിനികൾ, അല്ലാഹ് ഞങ്ങളെല്ലാവരെയും നീ ഖബൂലാക്കണേ അല്ലാഹ്. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ വബല്ലിഗ്നാ റമളാൻ വവഫിഖ്നാ ഫീഹി ലിസ്സിയാമി വൽഖിയാമി വതിലാവത്തിൽ ഖുർആൻ മാ സിഹ്ഹതി വൽആഫിയതി യാ റബ്ബൽ ആലമീൻ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു തആല وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. ഇൻഷാ അല്ലാഹ് നിങ്ങളെ വിലയേറിയ ദുആയിൽ എന്നെയും കുടുംബത്തെയും ഉൾപ്പെടുത്തണം. ഈ 31 ജനുവരി 31 എൻ്റെ ഭാര്യയുടെ പിതാവിൻ്റെ 1ാമത്തെ ആണ്ടാണ്. നിങ്ങളെ ദുആയിൽ ഉൾപ്പെടുത്തണം. അല്ലാഹു പിതാവിനും നമ്മിൽ നിന്ന് മരണപ്പെട്ടവർക്കൊക്കെ മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. കഴിയുന്ന ആളുകൾ, നിങ്ങളിപ്പോൾ ഫാത്തിഹ ഒക്കെ പഠിച്ചവരാണ്, കുറച്ച് സൂറത്തുകളൊക്കെ പഠിച്ചവരാണ്. ഇൻഷാ അല്ലാഹ് പഠിച്ച സൂറത്തുകളൊക്കെ ഒരു വട്ടം ഓതി എൻ്റെ മരണപ്പെട്ടുപോയ ഉമ്മാക്കും ഉപ്പാക്കും അമ്മോശനും ജ്യേഷ്ഠനും ഉസ്താദുമാർക്കൊക്കെ വേണ്ടി ഹദിയ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട, ബുദ്ധിമുട്ടില്ലാതെ ഒരു സമയമുള്ളവർ ഒന്ന് ഓതി ദ്വാരക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. നമ്മളെ ഈ വീഡിയോ പരമാവധി ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കണം. പരിശുദ്ധമായ ഖുർആൻ പഠിക്കാൻ, അറബി എഴുത്തും വായനയൊക്കെ പഠിക്കാൻ, ഖുർആന്റെ തീരത്തേക്ക് കടന്നു വരാൻ എല്ലാവർക്കും ഒരു സഹായകമാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഉസീകും ബിദ്ദുആ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.